ഇവിടെ തന്നെ. എത്രയായി? 10 രൂപ. 10 രൂപ? റെയിൽവേ സ്റ്റേഷൻ ഇവിടം വരെ 10 രൂപയോ? ഇത് എവിടുത്തെ കണക്കാ? എടോ ഇതിന്റെ മീറ്റർ എന്ന സാധനം ഇവിടെ. മീറ്റർ ഒന്നുമില്ല, 10 രൂപ. എടോ മീറ്റർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? ന്യായമായ ചാർജ്. എനിക്കൂടെ തോന്നണ്ടേ? ഈ വണ്ടിക്ക് മീറ്റർ ഇല്ല എന്ന് എഴുതിയത് ഞാൻ കേറില്ലായിരുന്നല്ലോ. ഓ, ഈ നാട് അടുത്തങ്ങ് നന്നാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. എന്തു പറ്റി? അച്ഛാ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ വരാൻ ഓട്ടോറിക്ഷയ്ക്ക് 10 രൂപ. 10 രൂപ ആകുമല്ലോ. 10 രൂപയോ? ഞാൻ നമ്പർ കുറിച്ച് വെച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയുടെ. ഞാനൊന്ന് നോക്കട്ടെ. നീ എന്താ ഇന്നലെ വരാണ്ടിരുന്നേ? എന്റെ അമ്മ, ഞാൻ എങ്ങനെ വരും? ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ ബസിന്റെ സമയം മാത്രം എഴുതി വെച്ചിട്ടുണ്ട്, ഒറ്റ ബസ്സില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഏതോ അമ്മമാരുടെ ബന്ധു കാരണം ഒറ്റ ട്രെയിൻ ഓടുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ വരും? നിന്നെ കാണാണ്ട് അച്ഛൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഉണ്ണിയെ. പോയ കാര്യം എന്തായി? അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. എടി, എന്നെ കണ്ട ഉടനെ ചേർന്നാൽ എന്താ മിസ്റ്റർ കൃഷ്ണനുണ്ണി, ഇന്നും വല്ല കംപ്ലൈൻസും ഉണ്ടോ എന്ന് ഞാൻ ശരിക്കും തട്ടി കൊടുക്കും. ഇവിടുത്തെ മാനേജർ ഉണ്ടല്ലോ, അവനൊരു പാഠം പഠിക്കും. റെയിൽവേ ടിക്കറ്റ് ഓക്കെ, ബസ് ചാർജ് ഓക്കെ, ഓട്ടോറിക്ഷ അയ്യോ 10 രൂപ, അതും ഓക്കെ. പക്ഷേ ഈ 3 രൂപ എവിടെ പോയി? ആ 3 രൂപ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. അത് പറ്റിയല്ലോ, എവിടെ പോയി അറിയണ്ടേ? അയ്യോ, ഇത് എന്തിനെങ്കിലും ചെലവായി കാണും. ചെലവായതിന്റെ അല്ല, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. ഇതേന്ന് ബാങ്കിൽ പോണ്ടേ? കുളിമുറിയിൽ വെള്ളം കോരി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞിട്ടാവും അളന്ന് കളയിലൊക്കെ. ഉണ്ണിയേട്ടാ. ഓ, എന്നാലാ 3 രൂപ ഞാൻ അറിയാതെ പോകാൻ പാടില്ലല്ലോ. നിനക്കറിഞ്ഞൂടാ? ഇങ്ങനെയുണ്ട് ഒരു പിശുക്കൻ. ഇവിടെ വാടാ, ഇങ്ങോട്ട് വാ. അവിടെ നിൽക്കാൻ. അമ്മേ, അമ്മേ, നടക്കാൻ അങ്ങോട്ട്, നടക്കാൻ. ഇത് കണ്ടോ, കുറെ നാളായി യവൻ ഈ പണി തുടങ്ങിയിട്ട്. എന്റെ ഈശ്വര, ഇതും തുടങ്ങിയോ? യവനെ ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ അമ്മ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. 2-3 ദിവസമായി ഇവൻ അടുത്തൂടെ പോകുമ്പോഴൊക്കെ ഒരു വീടിയുടെ നാറ്റം. അയ്യോ, ഈ ഉണ്ണിയേട്ടൻ കള്ളം പറയുന്നത്. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു കുറ്റി വീടി വലിച്ചു നോക്കുന്നത്. ഉണ്ണി മേലാ വീടി വലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അവന് ചീത്തയാക്കുന്നത്. ഇപ്പതേ കുറ്റിവീടി, നാളെ മുഴുവൻ പീടിയാകും, മറ്റന്നാൾ സിഗരറ്റാവും. അച്ഛാ, ഒരു പാക്കറ്റ് സിഗരറ്റ് എന്ന് വെച്ചാൽ രൂപ എത്രയായി? കാശ് കിട്ടാതാവുമ്പോ അവൻ എന്റെയോ അച്ഛന്റെയോ പോക്കറ്റ് നിന്ന് കക്കാനും തുടങ്ങും. ഒരുത്തനെ കള്ളനാക്കാൻ ദേ ഇത്രയൊക്കെ മതി. ഇനി അവൻ ചെയ്യത്തില്ല ഉണ്ണേട്ടാ. ഗോപു പോയിരുന്നു പഠിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞതിന് ഡ്യൂട്ടികളും അയക്കണ്ടെന്ന്. വേണ്ടാത്ത ദുശീലൊക്കെ പഠിച്ചു വെക്കാൻ. ഉണ്ണേട്ടാ, പോയി കുളിക്കാൻ നോക്കൂ. സമയം എത്രയെന്നറിയോ? ചെറിയൊരു കാര്യം കിട്ടിയോ അത് ഊതി വലുതാക്കാൻ. പണ്ടേ സ്കൂളിൽ പോകുമ്പോ വഴി കിടന്ന വീടി കുറ്റിയെടുത്ത് വലിച്ചതിന് ഞാൻ തല്ലിയ പാട് ഇപ്പോഴും അവന്റെ തുടയിലുണ്ട്. ആ ആളായിപ്പോ അച്ഛന്റെ സ്വഭാവം തന്നെയാ മക്കൾക്കും. അത് ശരിയാ, അമ്മ വീടി വലിക്കല്ലോ. സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തത് ആരാന്നാ പറഞ്ഞേ? ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ? അല്ലെന്നോ? എന്നോടോ? നിന്നോടാ ചോദിച്ചത്? ഗോഖലെ തന്നെ. ഗോഖലെ തന്നെ. നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്കാ. ഇങ്ങനെ എല്ലാരും കൂടെ ശവിച്ചാ ഞാൻ ഈ ഗതിയായത്. എങ്ങനെ ശവിക്കാതിരിക്കൂടാ? ഇന്നലെ വരെ രാജാറാം മോഹൻ റായ് എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറിന് എങ്ങനെയാ ഗോഖലയായത്? ഇത് നിന്റെ അവസാനത്തെ മാർച്ചാ, നോക്കിക്കോ. ഓ, എന്താ ഒരു കണിയാന്റെ ചുമ? ഏട്ടനോടൊരു കാര്യം ചോദിക്കാൻ സെക്രട്ടറി പറഞ്ഞു. എന്താ? ഞങ്ങളുടെ ട്രൂപ്പിന് ഒരു വണ്ടി സ്വന്തമാക്കിയാ കൊള്ളാമെന്നുണ്ട്. അതിന് ഒരു ലോണ് ശരിപ്പെടുത്തി തരാൻ പറ്റുമോ? എടാ, വർഷത്തിൽ 10 സ്റ്റേജ് പോലും തേക്കാത്ത നിന്റെ ട്രൂപ്പിന് ലോൺ വാങ്ങിച്ചെന്ന് ഞാൻ വെള്ളത്തിലാവണോ അല്ലേ? 10 സ്റ്റേജോ? ഇപ്പൊ തന്നെ ശാന്തി മുഹൂർത്ത് 25 കഴിഞ്ഞു. കളിക്കുന്നിടത്തൊക്കെ നല്ല കൂവലാണെന്ന് കേട്ടു. അത് മറ്റു ട്രൂപ്പുകാർ പറഞ്ഞു പരത്തുന്നതാ. നിന്റെ അഭിനയത്തെ പറ്റി തരക്കേടില്ലാത്ത പുറഭിപ്രായം. അത് ഞാനും കേട്ടു. നീ പോടത്തുണ്ടി. ഒരു സ്റ്റേജിന് നിനക്ക് എന്ത് കിട്ടും? തരക്കേടില്ലാത്ത വിധം കിട്ടും. കൃത്യമായ സംഖ്യ പറ. അത് 150. 150 രൂപയോ? നിനക്കോ? എടാ സത്യം പറ, ഞാൻ പോയി അന്വേഷിക്കും. അന്വേഷിക്കും, എന്നാ 100ഓളം വരും. എടാ ശരിയായ സംഖ്യ പറഞ്ഞു. ശല്യം, മനുഷ്യന് വിശ്വാസമില്ലാത്ത പോലെ. ആക്ക് വളച്ചാ കളയ പറയും.
ഇതാമേ. വച്ചടാ, ഇവിടെ ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല. കുഴപ്പമില്ല, എന്റെ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത സീസൺ ആവട്ടെ, ഞാനിവിടെ ഒരു കലക്ക് കലക്കും. പല വലിയ സമിതിക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട്. മാസത്തിൽ 30 ദിവസവും കളിയുള്ളവര്. ഓ, മാസത്തിന് 30 ദിവസം ഉണ്ട്, എനിക്കറിയാം. നീ പോയി കുളിച്ചിട്ട് വന്നേ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. എന്റെ അമ്മയെ ഇന്നലെ വടകരയിൽ ഞങ്ങളെ നാടകം കാണാൻ ഒരു സിനിമാ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഉം. ഭാവി എന്താന്ന് പറയാൻ പറ്റില്ലോ, ചിലപ്പോ എന്റെ ചിത്രവും ചുവരിന്റെ മേലെ വരും. ഓടാ, പോയി കുളിക്കടാ. ആ 3 രൂപ എവിടെ പോയെന്ന് എത്ര ആലോചിച്ചിട്ടും ശോ, അത് ഇതുവരെ വിട്ടില്ലേ? കഷ്ടം. ഞാൻ തരാം 3 രൂപ. അതിന്റെ അല്ല, ആ രൂപ എവിടെ പോയിന്നൊന്ന് അറിയണ്ടേ? എടേ, നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞാൻ വെറും ഒരു പിശുക്കനാണ്. അല്ല, ആണെങ്കിലേ നീ ഇപ്പൊ ഇടാറുള്ള മാതിരിയുള്ള വേഷവും പൂഷവും ഒന്നും ഇടുകയല്ല. വീട്ടുചെലവിന് വേണ്ടി മാത്രം മാസം 1000 രൂപ ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ല, നിനക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടോ? കുറവൊന്നുമില്ല. ആ, പിന്നെ മിണ്ടാണ്ടിരി. പക്ഷേ എന്തോന്ന് പച്ചേ പറ. കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം 3 ആയി. മനസ്സിലായി. നീ പറഞ്ഞു വരുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി. എടീ, ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല. ഒരുപാട് കാശുള്ള ഏർപ്പാടാ. പ്രസവം തന്നെ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഒരുമാതിരി ഫാഷനാ. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മാസാമാസം ഡോക്ടറെ പോയി കാണുക, അവർ പറയുന്ന വില കൂടിയ മരുന്നുകൾ വാങ്ങിച്ചു കഴിക്കുക, പ്രസവത്തിന് 1 മാസം മുമ്പേ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്യുക. ആ, ആദ്യം എൻ്റെ പ്രമോഷനൊക്കെ ഒന്ന് ശരിയാവട്ടെ, അത് കഴിഞ്ഞിട്ട് മതിയടി നമുക്കിതല്ല. പ്രമോഷൻ കിട്ടുമ്പോഴേക്കും നമ്മൾ മൂത്ത് അരയ്ക്കും. എന്തിന്? അടുത്ത കൊല്ലം ഞാൻ ഓഫീസറാ, പിന്നുടനെ മാനേജർ. ഒരു ബാങ്ക് മാനേജർ എന്ന് വെച്ചാൽ ആരാ? ദേവേന്ദ്രനായിരിക്കും. ആ, ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. ഈ ഉണ്ണിയേട്ടനെ കൊണ്ട് തോറ്റു. എടീ, ആ 3 രൂപ ഞാൻ ഹെഡ് ഓഫീസിലെ പ്യൂണിന് ചായ കുടിക്കാൻ കൊടുത്തതാ. അല്ല, ഇവിടെ വന്ന് നിൽക്കുക. നല്ല പാർട്ടിയാ. വാ, മോളോട്ട് പോവാം. അവിടെ നമ്മുടെ മുറി. എന്തേ? വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് അകന്ന് നിൽക്കുന്നേ. അതുകൊണ്ടെന്താ? അല്ല, അവിടെ കൊണ്ടാക്കണോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയാ. ഞാൻ വലിയ മഹാകവിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുക തന്റെ ചേട്ടൻ, നടൻ. മഹാകവിയോ? ആ, അന്ന് അങ്ങേര് എന്നെ കാണാൻ കോളേജ് വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു ബുദ്ധിജീവി കളിച്ചു, ഒരു കവിതയും കാച്ചി. അല്ലെങ്കിൽ റോട്ടി വെച്ച അന്ന് ഞാൻ തല്ലുകൊണ്ടേനെ. ഇന്ന് കല്യാണ തിരക്കിനിടയ്ക്ക് എന്നോട് പറയാ അവരുടെ അടുത്ത നാടകത്തിനൊരു പാട്ട് എഴുതി കൊടുക്കാൻ. എന്നോട് നീ ഇവിടെ വന്ന് നിൽക്കണോ? അപ്പുറത്തോട്ട് ചെല്ല്, അവിടെ 100 കൂട്ടം പണിയുണ്ട്. മോളെ, ഇവര് പുറപ്പെടുകയാത്രേ. കേട്ടോ ശാരദേ, ഈ കുട്ടിയ എന്റെ മരുമകളായിട്ട് വരാൻ പോകുന്നു പറഞ്ഞപ്പോ പലരും ചോദിച്ചു, എന്താ ഭഗീരഥമേ നിങ്ങൾക്ക് വേറെ ഒരു ബന്ധവും കിട്ടിയില്ലെന്ന്. കാര്യം സ്വത്ത് കുറച്ച് കുറവായിരിക്കും. ആയിക്കോട്ടെ, അവന്റെ ഇഷ്ടമല്ലേ ഞാൻ നോക്കേണ്ടത്. ആഭരണങ്ങളില്ലെന്നോ ഒരു ഡ്രൈവറുടെ മോളാണെന്നോ ഇതൊന്നും ഞാൻ നോക്കില്ല. ജഡ്ജി ശിവദാസ മേനോന്റെ മോള് മാലതിയുടെ ആലോചന വന്നതാ. അവരാണെങ്കിൽ നമ്മുടെ തരാതരക്കാരാ. പക്ഷെ ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാകുമ്പോ ഒന്നുമില്ലെങ്കിലും അടുക്കള പണിയെങ്കിലും അറിയാലോ. വാ, വരട്ടെ വരട്ടെ. എഴുതിയോ? വല്ലേക്കാടൻ കുട്ടപ്പൻ 1, 2, 3, 30 രൂപ. മാട്ടാത്തൊടി രാജൻ 50 രൂപ. കുന്നുംപുറത്ത് കൃഷ്ണൻകുട്ടി
ഉം? കുന്നംപുറത്ത് കൃഷ്ണൻകുട്ടി 25 രൂപ. കുന്നംപുറത്തുകാർ 25 രൂപയെ തന്നുള്ളൂ. അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് നമ്മൾ 25 കൊടുത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണത്തിനോട് ഗോവു മാത്രമേ പോയുള്ളൂ. ഇത് കുന്നംപുറത്ത് 3 പേരെ വന്ന് മിഷ്ടാനം ഉണ്ടേച്ചു പോയത്. കല്യാണ തിരക്കിനിടയ്ക്ക് നീ അത് നോക്കിയോ? നോക്കാതെ പറ്റില്ല അച്ഛാ. വിഷു ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊരു ആശംസ കാഴ്ചയാലൊന്നും കല്യാണത്തിന് നടക്കുകയില്ല. ഓണം കൊണ്ട് കാര്യമാറായി. എനിക്ക് ഉറക്കം വരുന്നു. അവൻ പോയി കിടന്ന് ഉറങ്ങട്ടാ ഉണ്ണി. പ്രേമ നീ പോ. എന്ന് പറഞ്ഞാൽ അങ്ങനെ അവനും കണക്കറിയണ്ടേ? എനിക്കൊന്നും അറിയണ്ട. എടാ ഗോപു, നീ ഇരുന്ന് എഴുത്. വേണ്ട, ഞാൻ എഴുതാം. നീ വരുത്ത് പഠിക്കടാ. വേണ്ട, ആരും സഹായിക്കണ്ട, ഞാൻ തന്നെ എഴുതിക്കോളാം. വീട്ടിലായാലും ബാങ്കിലായാലും കണക്കെടുത്ത് നമ്മുടെ പഠിക്കാൻ ഒന്നുമില്ലേ? സംഭാവനക്കാരുടെ ലിസ്റ്റ് എടുപ്പായിരുന്നു. പണത്തിന്റെ കണക്ക് തലേ കയറിയ മനുഷ്യന്റെ വിവേകം നശിക്കും. ഉണ്ണിയേട്ടന്റെ കണ്ണില് ലോകം മൊത്തം ഒരു ബാങ്കാ, വേൾഡ് ബാങ്ക്. വല്ല നാടകത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു രംഗത്ത് എടോ നിഷ്ഠുര കാപാലിക, ഇന്നെന്റെ ആദ്യ രാത്രിയാണ്, തന്റെ പണക്കണക്ക് പോയി തൊലയട്ടെ എന്നൊരു ഡയലോഗ് കാച്ചാമായിരുന്നു. പഴങ്ങളുടെ തട്ടവിടെ, ആപ്പിളും ഓറഞ്ചും ഒക്കെ അങ്ങനെയാണല്ലോ രീതി. പിന്നെ ഒരു ഗ്ലാസ് പാല്. സിനിമയിലൊക്കെ ആദ്യ രാത്രി തുടങ്ങി കണ്ടിട്ടുള്ളത് ഇതൊക്കെ നല്ലോണം ഭക്ഷിച്ചോണ്ടാ. പാലുണ്ടായിരുന്നു, തണുത്തു തുടങ്ങിയപ്പോ ഞാൻ കുടിച്ചു. ഓ, അപ്പൊ ദൈവത്തിനുള്ളത് പൂജാരി വിഴുങ്ങി. കുഴപ്പമില്ല, തൽക്കാലം ഈ ദൈവം ശപിക്കുന്നില്ല. മാത്രമല്ല വരം വല്ലവും വേണേ ചോദിക്കുകയും ആവാം. ഒടുവിൽ പറഞ്ഞത് കാര്യമായിട്ടാ. ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇന്ദുവിന് തുറന്നു പറയാം. എന്നാ പറയട്ടെ? തീർച്ചയായും. നാടകത്തിൽ അഭിനയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാനോ? ഉം. ആദ്യ രംഗത്ത് തന്നെ ആന്റി ക്ലൈമാക്സ് വേണോ എന്റെ ഭഗവാനെ? ദേ ഇങ്ങോട്ട് വന്നേ, പറഞ്ഞോ. ഇങ്ങോട്ട് വരുന്നേ. നമ്മുടെ ആശ ദൈവം കേട്ടു എന്നാ തോന്നുന്നേ. നമ്മുടെ ഏതാശ? ഗീതയ്ക്ക് വിശേഷം ഉണ്ടോന്നൊരു സംശയം. ആ, എന്നോട് പറഞ്ഞോ? 2-3 ദിവസം മുമ്പ് ഒരു സൂചന തന്നിരുന്നു. ഇപ്പതാ കടുമാങ്ങ ഇട്ട ഭരണിയുടെ കെട്ട് പൊട്ടിച്ചിരിക്കുന്നു. നവംബറില അല്ല, സുഖപ്രസവമാണെ കുഴപ്പമില്ലായിരുന്നു. വല്ല കോംപ്ലിക്കേഷൻ അടച്ചെങ്ങാനെങ്കിലും ഉണ്ടായെങ്കിലും ഒന്ന്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പ്രമോഷൻ കിട്ടിയിട്ട് മതിയായിരുന്നു. എന്നാൽ ഇതങ്ങ് വേണ്ടെന്ന് വെക്കാം. എന്നാണോ ഞാൻ പറഞ്ഞത്? എടി, നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ പറ്റി ഒന്ന് ചിന്തിക്കണ്ടേ? നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പാർട്ടി കടന്നു വരികയാണ്. അതിനു മുമ്പ് നമ്മളൊന്ന് തയ്യാറാവണ്ടേ? പിന്നെന്താ ഇങ്ങനെ ഒരു സ്നേഹം ഇല്ലാത്ത പോലെ? സ്നേഹമില്ലെന്നോ? ആർക്ക്? ഇങ്ങോട്ട് നോക്ക്. ഒരച്ഛനാകുന്നതിന്റെ ത്രില്ലൊക്കെ എനിക്കും ഉണ്ടടി.